ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാളെ സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ആദ്യമായി ഭൂമിയുടെ പുറത്തേക്ക് കടന്നു വരുന്നത് ഞാനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അനുഗ്രഹം ചൊരിയപ്പെട്ട വ്യക്തിയാണ്. ഖുർആനല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ إذ بعث فيهم رسولا من أنفسهم. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. ലഖദ് മന്നല്ലാഹു, അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. ഖുർആൻ പറഞ്ഞത് അനുഗ്രഹം ആണ്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, മനുഷ്യരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകരെ അവരെ നന്നാക്കാൻ, സംസ്കാരമുള്ളവരാക്കാൻ അള്ളാഹു അവരിലേക്ക് നിയോഗിച്ചു. അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അപ്പൊ നബിതങ്ങൾ അനുഗ്രഹമെന്ന് ഖുർആൻ തന്നെ അടയാളപ്പെടുത്തിയതാണ്. ആ അനുഗ്രഹമാകുന്ന നബിതങ്ങളെ നമുക്ക് കിട്ടുമ്പോൾ, അനുഗ്രഹം കിട്ടിയാൽ എന്ത് ചെയ്യണം? മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം? നന്ദി പ്രകാശിപ്പിക്കണം. വേണ്ടേ? അനുഗ്രഹങ്ങൾ ചെയ്താൽ, നന്ദി പ്രകാശിപ്പിച്ചാൽ അള്ളാഹു അനുഗ്രഹങ്ങൾ അധികരിപ്പിക്കും. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് നാം അധികരിപ്പിച്ചു തരും. വലഇൻ കഫർതും, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അതിനോട് നിഷേധം കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനമായിരിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആര്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. കാരണം ഈ നബി മുഖേനയാണ് ലോകത്തുള്ള സർവരും നാളെ രക്ഷപ്പെടുന്നത്. ശഫാഅത്തുൽ ഉദുമ ഈ നബിക്കേ ഉള്ളൂ. ഒരൊറ്റ അമ്പിയാക്കൾക്കില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ. ഈ നബിയിലൂടെയാണ് രക്ഷ. അതുകൊണ്ട് ആ പ്രവാചകർ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ വെറുതെ നന്ദി പ്രകാശിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ആ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറയണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നിന്റെ റബ്ബിന്റെ നിഅമത്തുകളെ ഫഹദ്ദിസ്, നീ പറയണം. അതാണ് മൗലിദ് ഓതുക. നബിയെ പ്രകീർത്തിക്കുക, നബിയുടെ മദ്ഹുകൾ ചൊല്ലുക. മൗലൂദ് എന്ന് പറയുന്നവരുണ്ട് ചിലത്, തെറ്റാണ്. എങ്ങനെയാണ് പറയേണ്ടത്? മൗലിദ് എന്നാണ് പറയേണ്ടത്. മൗലിദ് ആദ്യം പറയാൻ തന്നെ പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു മൗലൂദ് ഉണ്ട്, അതാ ഉദ്ദേശം. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. മൗലിദ് എന്നാണ് പറയേണ്ടത്. ശരിക്കും മനസ്സിലാക്കണേ. ഞാനിപ്പോ ഇന്നത്തെ ഒരു ദിവസം വളരെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, കുറച്ചു നേരം കൂടെ പോവാം അല്ലെ? ഒരു 10:30 നിർത്താം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് തുടക്ക ദിവസം. അല്ലാഹു നമ്മുടെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. മൗലൂദല്ല, പിന്നെന്താ പറയേണ്ടത്? മൗലിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്തുണ്ടായ സംഭവ വികാസങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. ആ അത്ഭുതങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗദ്യത്തിലും പദ്യത്തിലുമായിട്ട് ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾക്കാണ് എന്ത് പറയുന്നത്? മൗലിദ് എന്ന് പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണം. അല്ലാതെ എന്താണ് ഒന്ന് ശിർക്കിന്റെ കൂടാരാണ് എന്നൊക്കെ ചിലർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്, അറിവില്ലാത്തത് കൊണ്ട്. നബി ജനിച്ച സമയത്തുണ്ടായ ഒരുപാട് സംഭവങ്ങൾ, അത് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര രേഖയിലുള്ളതാണ്. ആരൊക്കെ എഴുതി തള്ളിയാലും ഒരിക്കലും തള്ളി മാറ്റാൻ പറ്റൂല. ചരിത്രം അത് സ്ഥിരപ്പെട്ടത് തന്നെയാണ്. ആ ഗദ്യപദ്യത്തിലുള്ളതാകുന്ന സമ്മിശ്രമാക്കി ക്രോഡീകരിച്ചതാകുന്ന ഗ്രന്ഥങ്ങൾ അത് പലതുമുണ്ട്, ഒരുപാടുണ്ട് മൗലിദ് കിതാബുകൾ. നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രചാരം നേടിയതാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. പൊന്നാനി ദേശക്കാർക്ക് മാരകമാകുന്ന വിപത്തുണ്ടായപ്പോൾ ആ രോഗശമനത്തിന് വേണ്ടി അവർക്ക് നിർദ്ദേശിച്ചു കൊടുത്ത മങ്കൂസ് മൗലിദ്. അത് നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരം നേടി. കൂടുതൽ ആളുകളും കൂടുതൽ പള്ളികളിലും കൂടുതൽ വീടുകളിലും അതാണ് ഓതുന്നത്. ഏറ്റവും എളുപ്പമാണ്, ഹ്രസ്വമാണ്, ഹൃദ്യമാണ്. അരമണിക്കൂർ കൊണ്ട് സംഭവം വൃത്തിയായിട്ട് ഓതി തീർക്കാൻ പറ്റും. പക്ഷെ അത് ഓതണം. നമ്മൾ 1 മുതൽ 12 വരെ ആകാൻ കാത്തിരിക്കുക. തീർന്ന് റാഹത്തായി, നാളെ മുതൽ ഇല്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കുക. മലബാറിൽ അങ്ങനെയല്ല, 30 ദിവസം വരെ ഓതും. മലബാറിലോട്ട് പോയി നോക്ക് നിങ്ങൾ, 30 ദിവസം ഓതും. അത് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം മുതൽ മൊഹീദ്ദീൻ മൗലൂദും മൊഹീദ്ദീൻ മാലയ. കാരണം എന്താ? റബീഉൽ ആഖിർ 10 കൂടി തന്നെ മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആണ്ട് വരുന്നുണ്ട്. അതും ബന്ധിച്ചുകൊണ്ട് പിന്നീടുള്ള ഒരു മാസം അവരതോ അങ്ങ് ഓതും. നമ്മൾ ഇത് തന്നെ എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്നുള്ള ചീരണി ഉണ്ടോ നോക്കും. വെളിയിലോട്ട് ആജിയാറ കണ്ണങ്ങോട്ടാണ്. ഉറുക്കം ചത്താലും കണ്ണു കോഴിക്കോട്ടില്ലെന്ന് പറഞ്ഞ പോലെ ആജിയാർ അങ്ങോട്ട് നോക്കും. എന്തെങ്കിലും വല്ലതും ഉണ്ടോ? വാഴക്കോല ഉണ്ടോ? ഈത്തപ്പഴം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആജിയാർ ഒന്ന് ചമ്രം പടിഞ്ഞിരിക്കും 10 മിനിറ്റ്.
ഇല്ലെങ്കിൽ അല്ലാഹ് അങ്ങനെ ആവരുത്. ഇതിന് വലിയ ബറക്കത്തുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് അല്ലാഹു നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് ഖുർആൻ. അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കേണ്ടത്? വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിങ്ങൾ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറയണം. അവൻ നബിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, നബിയാകുന്ന അനുഗ്രഹം എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ വിളിച്ചു പറയണം. നബി ആരാന്നുള്ളത് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാ, നബിയുടെ മൗലിദ് നാട്ടുകാരൊന്നും ഓതണ്ട, നബി ആദ്യം ഓതി. ഇതാ കേട്ടോ ഹദീസ്. ശരിക്കും ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം. നബി ഓതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ, അവർക്കുള്ള മറുപടിയാണിത്. നബി ഓതിയിട്ടുണ്ട്. അത് കേട്ടോളൂ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന അവ്വലു മൻ യൻശഖു അൻഹു ബത്നുൽ അർളി. നാളെ സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ആദ്യമായി ഭൂമിയുടെ പുറത്തേക്ക് കടന്നു വരുന്നത് ഞാനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അന അവ്വലു മൻ ജാവസ സിറാത്ത. സിറാത്ത് പാലം ആദ്യമായി വിട്ടുകിടക്കുന്നത് ഞാനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അന അവ്വലു മൻ യുഹർരിഖു ഹൽഖത ബാബിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിക്കുന്നത്, സ്വർഗ്ഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കുന്നത് ഞാനായിരിക്കും സ്വഹാബ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന. സ്വർഗ്ഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്നത് ഞാനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വമഈ ഫുഖറാഉൽ മുഅ്മിനീൻ. ആ സ്വർഗ്ഗത്തിൽ ഞാൻ കടക്കുമ്പോൾ എന്നോടൊപ്പം സാദിഖുകളാകുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടാകുമെന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവസാനത്തെ പ്രവാചകൻ ഞാനാണ് എങ്കിലും ആദ്യമായി എന്റെ ഉമ്മത്തിൻ്റെതാണ് നാളെ മഹ്ശറയിൽ ഹിസാബ് കഴിഞ്ഞു കിടക്കുക എന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ. അന അവ്വലു ശാഫിഇൻ വ മുശഫഇൻ. ആദ്യമായി ശുപാർശ ചെയ്യുന്നത് ഞാനാണ്, എന്റെയാണ് ശുപാർശ അല്ലാഹു സ്വീകരിക്കുക എന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ.